ഉളിക്കൽ പഞ്ചായത്തിലെ കാലാങ്കി ഏകാധ്യാപക വിദ്യാലയത്തെ എൽ.പി. സ്കൂളായി ഉയർത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതിൽ പ്രതീക്ഷയർപ്പിച്ച് നാട്ടുകാർ. കാലാങ്കി MGLC സ്കൂളിൻ്റെ അങ്കണത്തിലാണ് കാലാങ്കി ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട 2-3 വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ടാണ് ഇവിടെ നിൽക്കുക. ഒന്ന് നമ്മുടെ പ്രധാനമായിട്ടും ഈ സ്കൂളിനെ സംബന്ധിച്ചുള്ളൊരു വിഷയമാണ്. 1996 പ്രവർത്തനം ആരംഭിച്ച ഒരു പ്രൈവറ്റ് ആയി ഈ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുകയും ഏകദേശം 100-ലധികം കുട്ടികൾ പഠിക്കുകയും ചെയ്ത ഒരു വിദ്യാലയമായിരുന്നു. തുടർന്ന് 2005 ഇത് MGLC സ്കൂളായിട്ട് മാറ്റപ്പെട്ടത്. ആ സമയത്ത് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പല കുട്ടികളും ഈ സ്കൂളിൽ പഠിക്കാൻ വിസമ്മതിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഗവൺമെൻറ് MGLC സ്കൂളുകൾ, അതായത് ഇത് ഏകാധ്യാപക സ്കൂളാണ്, 4 അധ്യാപകരൂടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അവരുടെ നിയമനം സ്ഥിരമല്ല, അല്ലെങ്കിൽ ഇതിന് സ്റ്റേ ആണിപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയും ഇവിടെയുള്ള നാട്ടുകാർ ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള അതിൻ്റെ ഗതിയെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് തന്നെയും അത് ഇപ്പോൾ അധ്യാപകർ 3 മാസത്തേക്ക് സ്റ്റേ വാങ്ങിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് വലിയ ആശങ്കയുള്ളതുകൊണ്ട് തന്നെ മറ്റ് പ്രദേശത്തേക്കുള്ള സ്കൂളുകളിലേക്കാണ് കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കുന്നത്. അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മറ്റ് സ്കൂളുകളിലേക്ക് കൊണ്ടുപോകാൻ തന്നെ ഒരു കുഞ്ഞിന് ഏകദേശം വണ്ടിക്കൂലി തന്നെ ഏതാണ്ട് 3000 രൂപയുടെ അധികം മുടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഒന്ന് ഗതാഗതത്തിൻ്റെ വലിയൊരു പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സ്ഥലമാണ്. കാരണം 20 വർഷങ്ങൾക്ക് മുമ്പ് ടാറിട്ട റോഡാണ് ഇപ്പോഴും ഈ കാലാങ്കി പ്രദേശത്തേക്കുള്ളത്. മാട്ടർ വരെയുള്ള റോഡുകളൊക്കെ മെക്കാഡൻ ടാറിങ് ആയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ടേക്ക് കാലാങ്കി വെറും 3 കിലോമീറ്ററേ ഉള്ളൂ. ആ പ്രദേശം പോലും റോഡൊന്ന് നന്നാക്കാനോ കാര്യമായിട്ടൊന്നും ചെയ്യാനോ ഇതുവരെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സമീപനവും ഉണ്ടായിട്ടില്ല. അത് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കിപ്പോഴും ഈ കാലാങ്കി നിവാസികൾക്കുണ്ട് എന്നുള്ളതാണ്. വളരെയധികം ആൾക്കാർ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കാലാങ്കി. കാരണം വളരെ ശാന്തമായൊരു ഗ്രാമാന്തരീക്ഷമുള്ളൊരു സ്ഥലം. മറ്റ് കാര്യങ്ങളെല്ലാം ആൾക്കാരുടെ സഹകരണം കൊണ്ടും എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ജനസമൂഹമാണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 2 വർഷത്തിലധികമായി. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം വെച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം നല്ല സഹകരണത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണിത്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്കൂളും, രണ്ടാമത്തേത് റോഡ്, വാഹന സൗകര്യത്തിൻ്റെ പ്രശ്നമാണ്. രോഗികളായിട്ടുള്ള ഒരാളെ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ഈ റോഡ് വഴിയുള്ള യാത്ര വളരെ ദുർഘടമാണ്. അതുകൊണ്ട് വളരെയധികം താമസിക്കും എന്നുള്ളതാണ്. 3 കിലോമീറ്റർ ഉള്ളെങ്കിൽ പോലും താഴെ എത്തണമെങ്കിൽ 10-15 മിനിറ്റിലധികം വേണമെന്നുള്ളതാണ് സത്യം. റോഡ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് പ്രധാനമായിട്ടും ശ്രദ്ധ വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് റോഡിൻ്റെ കാര്യമാണ്. രണ്ടാമത്തേത് നമ്മുടെ ഈ സ്കൂളിന് MGLC സ്കൂളാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ഒരു സമീപനം ഉണ്ടായി. തീർച്ചയായിട്ടും ഇവിടെയുള്ള അധ്യാപകർക്ക് സ്ഥിര നിയമനം നൽകുകയും ഇതൊരു ഗവൺമെൻറ് സ്കൂളായിട്ട് ഉയർത്തുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലിത് ഈ ബിൽഡിങ്, അതായത് പള്ളിയുടെ ബിൽഡിങ്ങാണ്. പള്ളിയുടെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാൻ ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് യാതൊരുവിധ വാടകയോ മറ്റു കാര്യങ്ങളൊന്നും പള്ളിക്ക് ലഭിക്കുന്നില്ല. എങ്കിൽ പോലും ഈ നാട്ടുകാരുടെ, പ്രത്യേകിച്ച് കുട്ടികൾ പഠിക്കാൻ വേണ്ടി തന്നെ ഈ ബിൽഡിങ്ങും മറ്റ് അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഇതിനു വേണ്ടി തന്നെയും വിട്ടു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ലൊരു അനുഭാവപൂർവമായൊരു സമീപനം ഉണ്ടാകണം. ഇതിനെ ഗവൺമെൻറ് LP സ്കൂളായിട്ട് ഉയർത്തണം. എങ്കിൽ മാത്രമേ ഇവിടെ മാതാപിതാക്കൾക്ക് ആശങ്കയില്ലാതെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ മറ്റൊരു മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തതാണ് മറ്റൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അത് ഏകദേശം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു സമീപനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു BSNL ഒരു ടവർ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ വർക്കുകളും മറ്റുമൊന്നും ആരംഭിച്ചിട്ടില്ല. മറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ ഈ 3 കാര്യങ്ങളും, റോഡ്, സ്കൂള്, നമുക്ക് നെറ്റ്വർക്ക് സംവിധാനങ്ങൾ, അത് എത്രയും വേഗം ലഭ്യമാക്കി തരണമെന്ന് ഗവൺമെൻറ്റുകളോട് ഈ കാലാങ്കി നിവാസികളുടെ പേരിൽ ഇവിടുത്തെ പള്ളിയുടെ വികാരിച്ചൻ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിരന്തരമായ ഇടപെടലിന്റെ ഫലമായാണ് സർക്കാരിൽ നിന്ന് അനുകൂല മറുപടി ഉണ്ടായതെന്ന് MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ പ്രസ്താവനയെയും ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാണുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ പിന്നോക്കാവസ്ഥയിലുള്ള കാലാങ്കി പ്രദേശം കർണാടക വനാതിർത്തിയോട് ചേർന്നതാണ്. 2005 ഇവിടെ മൾട്ടിഗ്രേഡ് ലേണിംഗ് സെന്റർ എന്ന നിലയിൽ ഏകാധ്യാപക ബദൽ വിദ്യാലയം തുടങ്ങിയത്. കെട്ടിടം പണിയുന്നതിന് സ്ഥലം വിലക്കെടുത്തിരുന്നെങ്കിലും 4 വർഷം മുൻപുണ്ടായ ഉരുൾപൊട്ടലിൽ ഈ സ്ഥലം നശിച്ചു. 3 അധ്യാപകരും ഒരു പ്രീ പ്രൈമറി അധ്യാപികയും 16 കുട്ടികളുമാണ് ഇപ്പോഴുള്ളത്.
2005 SSA ഈ സ്ഥാപനം ഏറ്റെടുത്തത്. NGLC കാലാങ്കി, മാമംകുന്ന് 2 സെൻ്ററുകളായിരുന്നു. പിന്നീട് അത് പ്രവർത്തിക്കുന്നത് മൊത്തം ഈ ഒരു സ്കൂൾ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2007 ഞങ്ങൾ 2 അധ്യാപകർ 2007 ജോയിൻ ചെയ്തതാണ്. അതിനുശേഷം 2010 ഇപ്പോൾ ഉള്ള ഇവിടുത്തെ ഹരിത ടീച്ചർ കൂടെ വന്നു. ഇപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 20 വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് 2500 രൂപയാണ് ഞങ്ങളുടെ സാലറി ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം 2017 ആയപ്പോഴേക്കും 18,500 ആ ഗ്രേഡിലേക്ക് ഞങ്ങൾ സാലറി വർദ്ധിച്ചു എന്നല്ലാതെ പിന്നീട് ഇന്ന് വരെ ഒരു ഇൻക്രിമെൻറ്റും ഉണ്ടായിട്ടില്ല. മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഒരു സ്കൂളിന് കിട്ടേണ്ടതായ അത് ഞങ്ങളുടെ അധ്യാപകർക്ക് കിട്ടേണ്ടതായ ഒരു ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. SSAയുടെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ട് ഉച്ചഭക്ഷണമുണ്ട്, മറ്റ് എന്തൊക്കെയാണോ അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 18,500 എന്നുള്ള ഒരു തുക മാത്രമല്ലാതെ ഒരു PF മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. കുട്ടികൾക്ക് നമ്മളിപ്പോൾ ചാർട്ട് പേപ്പർ വാങ്ങണമെങ്കിൽ പോലും ഞങ്ങളുടെ ഈ തുകയിൽ നിന്ന് മാത്രമേ എടുക്കാനുള്ളൂ. പിന്നെയുള്ളത് നമ്മളിപ്പോൾ ഒരു കോൺഫറൻസിന് പോയാലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ പോയാലോ അത്തരത്തിലുള്ള അവിടെ അവർക്ക് കൊടുക്കുന്ന ഒരു തുകയും ഞങ്ങൾക്ക് ലഭിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ഇപ്പം കഴിഞ്ഞ 3 വർഷത്തെ മാർച്ച് മാസത്തിലെ സാലറി കിട്ടിയിട്ടില്ല. അത് പിന്നെ തിരിച്ച് മടങ്ങിപ്പോയെന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ ഏപ്രിൽ മുതൽ ഇങ്ങോട്ടേക്കുള്ള സാലറിയും കിട്ടാണ്ട് ഇപ്പോൾ മൊത്തം ഈ ജൂലൈ മാസം അടക്കം 7 മാസത്തെ സാലറി ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ സാലറി ഇല്ലാതെയാണ് ഇപ്പോൾ ശരിക്കും ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നത് തന്നെ. പിന്നെ ഒരു ഗവൺമെൻറ് സ്കൂളെന്നുള്ള ഒരു ആഗ്രഹം അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് ഇതൊരു ഗവൺമെൻറ് സ്കൂളായി മാറുക. 7 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യം കൂടെ ഇപ്പോൾ വന്ന ഗവൺമെൻറ് ഒന്ന് പരിഗണിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ഒരുപാട് സന്തോഷമായിരുന്നു. ഈ നാടിന് സന്തോഷമാണ്. ഒരു സ്കൂള്, ഒരു റോഡ്, ഒരു ടവർ ഒക്കെ വരികയാണെങ്കിൽ ഈ നാടിൻ്റെ വികസനം സാധ്യമാകുകയുള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ 3 അധ്യാപകർ ഇത്രയും വർഷം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ജോലി ഇവിടെ ഇപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളായിട്ട് ഇത് മാറുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുക. അതോടൊപ്പം ഞങ്ങൾ പ്രായമുള്ളവർ 50 വയസ്സിന് മുകളിലായി ഞങ്ങൾ 2 പേർക്ക്. അപ്പം ഞങ്ങൾക്ക് മുൻകാല സർവീസ് കൂടി പരിഗണിച്ച് ഞങ്ങളെ ഇവിടെ നിലനിർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് ഒരു PF പോലും ഇല്ലാതെ ഒരു സമ്പാദ്യം പോലും അക്കൗണ്ടിലൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിയേണ്ടി വരിക. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. എന്നാൽ 8 മാസത്തോളമായി അധ്യാപകർക്ക് ശമ്പളമോ അലവൻസോ ലഭിക്കുന്നില്ല. നാട്ടുകാർ കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാധീനതകളിലും പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം LP സ്കൂളാക്കി മാറ്റിയാൽ നാടിനും കുട്ടികൾക്കും അതേറെ ഉപകാരപ്രദമാകും. യാത്രാ ദുരിതം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങളും ഈ പ്രദേശം നേരിടുകയാണ്. റോഡിന്റെ ദുരവസ്ഥയും ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അഭാവവും കാലാങ്കിയെ നന്നേ ബാധിക്കുന്നുണ്ട്. 1996 പിന്നെ രക്ഷിതാക്കൾ ഫീസ് കൊടുത്ത് പഠിപ്പിച്ച് തുടങ്ങിയ ഒരു സ്കൂളാണ്. 2005 ഇപ്പോൾ തൽക്കാലം MGLC എന്ന് പറഞ്ഞൊരു അംഗീകാരം കിട്ടിയപ്പം ഫീസ് കൊടുക്കാതെ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം ഈ സ്കൂളിനൊരു അംഗീകാരം കിട്ടാനായിട്ട് പോകാത്ത സ്ഥലങ്ങളില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ പോയതാണ്. മന്ത്രിമാരെ കാണാൻ പോയതാണ്. ഇതുവരെയും ഞങ്ങൾക്കൊരു അനുകൂല നിലപാട് വന്നിട്ടില്ല. ഇതിപ്പോൾ കോടതിയിൽ നിന്ന് ഞങ്ങൾ സ്റ്റേ മേടിച്ചിട്ടാണ് ഇപ്പോൾ തൽക്കാലം സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ന്യൂസ് കിട്ടിയിരിക്കുന്നത്, ഈ പുതിയ മന്ത്രിസഭ വന്ന ശേഷം ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും നമ്മുടെ സ്ഥലത്തെ MLA കൂടെ ബന്ധപ്പെട്ട് ഈ സ്കൂള് സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്ന LP സ്കൂളായി പ്രഖ്യാപിക്കും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഭരണം മാറി വന്ന സാഹചര്യത്തിൽ. അതേപോലെ തന്നെ കാലാങ്കിയെ സംബന്ധിച്ചിടത്തോളം KC ജോസഫ് പണ്ട് MLA ആയിരുന്നപ്പം കിട്ടിയ ഒരു ടാറിങ് റോഡാണ് ഇത്. മര്യാദയ്ക്ക് എനിക്ക് 85-86 കാലഘട്ടത്താണ് ഈ റോഡ് ടാറിങ് കിട്ടിയത്. അതിനുശേഷം ഫുള്ളായിട്ട് ഒരു റീടാറിങ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. വണ്ടി റിവേഴ്സ് എടുത്തും വളരെ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് നമ്മൾ സൈഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഉളുക്കൽ പഞ്ചായത്തിൽ പോലും ഇത്രയും ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ ഗ്രാമത്തിൽ, ഇതേപോലെ ഒരു ഗ്രാമത്തിൽ ഇത്ര മോശമായ ഒരു റോഡില്ല. അതാണ് എൻ്റെ സത്യാവസ്ഥ. അതിപ്പം MLA ഞങ്ങൾ പള്ളിയിൽ അച്ഛനടക്കം ഞങ്ങൾ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത മന്ത്രി, നമ്മുടെ സണ്ണി ജോസഫ് മന്ത്രിയുടെ അടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി കണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ അനുകൂല നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ ഈ സർക്കാരും കൂടെ മാറി വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്കിത് കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതേപോലെ ടവറിന് ഏതാണ്ട് ശരിയായി, പള്ളിയുടെ സ്ഥലമാണ് കൊടുക്കാമെന്ന് വെച്ചിരിക്കുന്നത്, അതൊക്കെ ഏതാണ്ട് ശരിയായിരിക്കുന്നതാണ്. എങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളൊന്ന് LP സ്കൂളായി അംഗീകരിക്കുകയും അതേപോലെ റോഡ് ഒന്ന് വീതി കൂട്ടി ഒന്ന് മെക്കാഡൻ ടാറിങ്ങും കൂടെ ചെയ്ത് തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു നല്ലൊരു ജീവിതം ഇവിടെ നയിക്കാൻ പറ്റുള്ളൂ.
ഇവിടെ റോഡുമില്ല, സ്കൂളുമില്ല, ടവറുമില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒട്ടനവധി ആൾക്കാർ ഇവിടുന്ന് വീട് വിട്ടിട്ട് ടൗൺ പ്രദേശത്തേക്ക് താമസം തുടങ്ങിയിട്ടുണ്ട്. അത്രമാത്രം പിന്നെ ഈ ഒരു വികസനം എത്താത്തൊരു ഗ്രാമമെന്ന് പറയാം നമുക്ക്. എന്തായാലും ഈ മന്ത്രിസഭയൊക്കെ മാറി വന്ന സാഹചര്യത്തിൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. സ്കൂളിൻ്റെ കാര്യത്തിലും MLA ഞങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. റോഡിൻ്റെ കാര്യത്തിലും മന്ത്രി ആയാലും പിന്നെ MLA ആയാലും നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ചാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത്, അത് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ മാറി വന്ന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതിയിൽപ്പെടുത്തി നമ്മുടെ സ്ഥലം MLA അഡ്വക്കേറ്റ് സജി ജോസഫ് വളരെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഇപ്പോൾ ഇത് മന്ത്രിയുടെ ശ്രദ്ധയിലുള്ളത്. എന്തായാലും ഈ സർക്കാർ മാറി വന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്കിത് ഭയങ്കര പ്രതീക്ഷയിലാണ് ഉള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ 10-12 വർഷം ഞങ്ങൾ ഈ പിന്നെ മന്ത്രിസഭയിലെല്ലാം പോയി മന്ത്രിമാരെല്ലാം കണ്ട് ഞെട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ഇപ്പം നിലവിൽ ഈ സ്കൂൾ ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം ആണ് ഞങ്ങൾക്ക് ഈ സ്കൂൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരിമിതമായ ബസ് സർവീസ് മാത്രമാണ് ഈ പ്രദേശത്തേക്കുള്ളത്. കാലാങ്കിയുടെ ഈ പിന്നോക്കാവസ്ഥ എന്നെങ്കിലും പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ എല്ലാവരും. ഏജനറ്റ് ന്യൂസ്, ഉളിക്കൽ.